അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രമാണ് ഈ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 14-ാം ഭാഗമാണ് ഈ വീഡിയോ. 1951 പൂനൂരിൽ നടന്ന സംവാദത്തിൻ്റെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തൻ്റെ ആത്മകഥയായ വിശ്വാസപൂർവ്വത്തിലൂടെ വിവരിച്ചതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വായിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. 1951 തന്നെ ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദ് പ്രസിഡൻ്റായും KP ഉസ്മാൻ സാഹിബ് സെക്രട്ടറിയായും ബാഫക്കി തങ്ങൾ ഖജാഞ്ചിയായിട്ടും ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട MA ഉസ്താദ് അന്നത്തെ വിദ്യാഭ്യാസ ബോർഡ് മെമ്പറായിരുന്നു. 1951 തന്നെ വിദ്യാഭ്യാസ ബോർഡ് മെമ്പറായിരുന്നു MA ഉസ്താദ്. അതേ വർഷം സെപ്റ്റംബർ 17 വാളക്കുളത്ത് വെച്ച് നടന്ന പ്രഥമ സിറ്റിംഗിൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ധനസമാഹരണത്തിനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. വാളക്കുളം ഉസ്താദ് 25 രൂപയും കോഴിക്കോടൻ മുഹമ്മദ് ഹാജി 5 രൂപയും ബാക്കിയുള്ള പ്രവർത്തകരൊക്കെ ഓരോ രൂപയും എടുത്ത് ആ യോഗത്തിൽ തന്നെ ധനസമാഹരണം ആരംഭിക്കുകയും ചെയ്തു. കൊയിലാണ്ടിയിൽ വെച്ച് ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന വയലു പരമ്പരയിൽ 1300 രൂപ സമാഹരിക്കുകയും ചെയ്തു വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടിയിട്ട്. മതപ്രഭാഷണ പരമ്പരകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ ബോർഡിനുള്ളതും അതുപോലെ തന്നെ സമസ്തയുടെ പ്രവർത്തനത്തിനുള്ള ഫണ്ടൊക്കെ അന്ന് കണ്ടെത്തിയിരുന്നത്. ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ പാഠപുസ്തകം തയ്യാറാക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുന്നി മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ലോകത്തിന് തന്നെ വലിയ മാതൃകയാണ്. സർക്കാരിൻ്റെ സഹായമില്ലാതെ, എന്നാൽ സർക്കാർ ചെയ്യുന്നതിനേക്കാളും വളരെ ഭംഗിയായി വളരെ കൃത്യമായി തന്നെ ഈ മദ്രസ പ്രസ്ഥാനം കൃത്യമായി നടന്നു പോകുന്നത് കാണുമ്പോൾ ലോകത്തിൽ വേറെ ഒരിടത്തും ഇത്തരത്തിലുള്ള പ്രാഥമിക മതപഠന സംവിധാനം നമുക്ക് കാണാൻ കഴിയില്ല. കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അച്ചടക്കവും ധാർമ്മിക ബോധവും നൽകുന്നതിൽ ഈ മദ്രസ പ്രസ്ഥാനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് മൗലികമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, വർഗീയവാദികളുടെ അക്രമങ്ങളിൽ പ്രയാസപ്പെടുമ്പോൾ, അരികുവൽക്കരിക്കപ്പെടുമ്പോൾ, അടിച്ചമർത്തലുകൾക്ക് വിധേയപ്പെടുമ്പോൾ അപ്പോഴൊക്കെയും നിയമം കയ്യിലെടുക്കാതെ സർക്കാരിനെതിരെ രംഗത്തിറങ്ങാതെ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇവിടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കുള്ളത്. അത്തരത്തിൽ കേരളീയ മുസ്ലിങ്ങളെ പരിവർത്തിപ്പിക്കാൻ സമസ്തയും സമസ്തയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. കേരളീയ മുസ്ലിങ്ങളുടെ ജീവിത നിലവാരം വളരെയധികം മെച്ചപ്പെടുത്താൻ ഈ മദ്രസ പ്രസ്ഥാനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്കത് ബോധ്യപ്പെടും. എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾ ജീവിത നിലവാരത്തിലും മതസംസ്കാരം പാലിക്കുന്നതിലൊക്കെ വളരെ പിറകോട്ട് പോയത്? അത് സമസ്തയുടെ കീഴിലുള്ള മദ്രസ വിദ്യാഭ്യാസം പോലുള്ള സംവിധാനം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാൻ മറ്റു പല കാര്യങ്ങളും പ്രചോദനമായിട്ടുണ്ട്. അതും കൂടി ഈ അവസരത്തിൽ നമുക്ക് പറയേണ്ടതുണ്ട്. സമസ്ത മദ്രസ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് മുമ്പ് സ്കൂളുകളിലായിരുന്നല്ലോ മതപഠനം നടത്തിയിരുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ സ്കൂളുകളിലായിരുന്നു മതപഠനം നടത്തിയിരുന്നത്. അത് തുടങ്ങിയത് ബ്രിട്ടീഷുകാരാണ്. അത് തുടങ്ങാൻ ബ്രിട്ടീഷുകാർക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട്. ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കിയത്, ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് നമ്മുടെ ഈ മലബാർ പ്രദേശത്തു നിന്നാണല്ലോ. അപ്പോൾ മലബാറിലെ മുസ്ലിങ്ങൾക്ക് ബ്രിട്ടീഷ് പട്ടാളത്തെ ചെറുത്ത് നിൽക്കാനുള്ള ഊർജം ലഭിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന അറബി മലയാളത്തിലുള്ള പടപ്പാട്ടുകളും മൗലൂദുകളും ഒക്കെ ആയിരുന്നു. അന്നത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ അറബി മലയാളം നന്നായിട്ട് വായിക്കാനും എഴുതാനും അറിയുന്നവരായിരുന്നു. മാത്രമല്ല അവരുടെ മുൻഗാമികൾ ചെറുത്തു നിന്ന കഥകൾ പറയുന്ന ഒരുപാട് അറബി മലയാള ഗ്രന്ഥങ്ങൾ അന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ചരിത്രത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് ബ്രിട്ടീഷുകാരോട് നടത്തിയ പോരാട്ട വീര്യം അത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് വലിയ തലവേദന ഉണ്ടാക്കി എന്നത് വസ്തുതയാണ്. പൂക്കോട്ടൂർ യുദ്ധത്തിൽ ഷഹീദായി കിടന്ന ചില മാപ്പിളമാരുടെ കൈകളിൽ നിന്ന് അത്തരത്തിലുള്ള ചില ഗ്രന്ഥങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ അവർ ചിന്തിച്ചത് എന്താണ്? ഈ അറബി മലയാളം ഇവിടെ നിന്ന് എടുത്തൊഴിവാക്കാതെ ഈ മലബാറിൽ നമുക്കൊരു രക്ഷയുമില്ല എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയാണ് ഈ അറബി മലയാളം എടുത്തു കളയാൻ വേണ്ടിയിട്ടാണ് അവർ സ്കൂളുകളിൽ മതപഠനം ആരംഭിച്ചത്. അപ്പോൾ ഇങ്ങനൊരു ദുരുദ്ദേശം അതിന് പിന്നിലുണ്ടായത് കൊണ്ടാണ് സ്കൂളുകളിൽ മതം പഠിക്കട്ടെ എന്നും മലയാളത്തിൽ തന്നെ പഠിക്കട്ടെ എന്നും അവരന്ന് തീരുമാനിച്ചത്. അങ്ങനെ അറബി മലയാള ഗ്രന്ഥങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സ്കൂളുകളിൽ മതം പഠിച്ചിരുന്നത് മലയാളത്തിനായിരുന്നു. അതിനുവേണ്ടി അവർ പ്രത്യേകം സിലബസ് തയ്യാറാക്കാനും പുസ്തകങ്ങൾ തയ്യാറാക്കാനും ഒക്കെ ഏൽപ്പിച്ചിരുന്നത് വഹാബികളെയായിരുന്നു. അല്ലാതെ മതം പഠിക്കട്ടെ എന്ന് വിചാരിച്ചൊന്നുമല്ല ബ്രിട്ടീഷുകാർ അന്ന് സ്കൂളുകളിൽ മതപഠനം ആരംഭിച്ചത്. അപ്പോൾ ആദ്യകാലത്തൊക്കെ നിരവധി സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊക്കെ
ഓത്തുപള്ളികൾ ആരംഭിച്ചിരുന്നു. പ്രാഥമിക മതപഠനത്തിന് വേണ്ടിയിട്ട് ഓത്തുപള്ളികൾ ആരംഭിച്ചിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള ഓത്തുപള്ളികൾ ഉണ്ടായിരുന്നു. മുല്ലാക്കന്മാരൊക്കെ കൊണ്ടുവന്ന് ഖുർആൻ പഠിപ്പിക്കുക എന്നതൊരു പ്രധാനപ്പെട്ട ഒരു രീതിയായിരുന്നു അന്ന്. എന്നാൽ സ്കൂളുകളിൽ മതപഠനം ആരംഭിച്ചതോടെ അത്തരത്തിലുള്ള വലിയ ഓത്തുപള്ളികളൊക്കെ ബ്രിട്ടീഷുകാർ ഏറ്റെടുത്ത് അത് സ്കൂളുകളാക്കി മാറ്റി. അങ്ങനെയാണ് ഈ മാപ്പിള സ്കൂളുകൾ ഉണ്ടായത്. അല്ലാതെ മാപ്പിളമാർക്ക് വേണ്ടി സർക്കാർ പണം ചെലവഴിച്ച് ഉണ്ടാക്കിയ സ്കൂളുകളല്ല മാപ്പിള സ്കൂൾ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ സമ്പന്നരായ, നമ്മുടെ നാട്ടിലെ വലിയ തറവാടുകളായ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഓത്തുപള്ളികൾ ബ്രിട്ടീഷുകാർ ഏറ്റെടുത്ത് അത് സ്കൂളുകളാക്കി മാറ്റുകയായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ സ്കൂളുകളിൽ മതപഠനം ആരംഭിച്ചതോടെ മലയാളത്തിൽ പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും അവരതിനെ ഏൽപ്പിച്ചത് അന്നത്തെ വഹാബി നേതാക്കളെയുമായിരുന്നു. പുളിക്കൽ PV മുഹമ്മദ് മൗലവി, CN അഹമ്മദ് മൗലവി തുടങ്ങിയ വഹാബി നേതാക്കളെയാണ് അത് പരിശീലിപ്പിക്കാൻ വേണ്ടി അന്ന് ചുമതലപ്പെടുത്തിയത്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടില്ല. കാരണം ഇന്നും അറബി മലയാളം നന്നായിട്ട് വായിക്കാനും എഴുതാനും കഴിയുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അതിന് കാരണം അന്നത്തെ ബ്രിട്ടീഷുകാരുടെ തന്ത്രം വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സർക്കാർ സ്കൂളുകളിൽ മതപഠനം ആരംഭിച്ചതോടെ നമ്മുടെ മുസ്ലിം കുട്ടികളൊക്കെ ആ സർക്കാർ സ്കൂളിൽ തന്നെയായിരുന്നു മതപഠനം നടത്തിയിരുന്നത്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം സർക്കാർ സ്കൂളുകളിൽ മതപഠനം പാടില്ല എന്ന് മദ്രാസ് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് വന്നതോടെ സ്കൂളുകളിലെ മതപഠനം വഴിയാധാരമായി. അങ്ങനെ മതപഠനത്തിന് വേണ്ടി നിർമ്മിച്ച ഓത്തുപള്ളികളും നഷ്ടപ്പെട്ടു. ഓത്തുപള്ളികളൊക്കെ സർക്കാർ സ്കൂളാക്കി ഏറ്റെടുത്തിരുന്നല്ലോ. സ്കൂളിൽ മതപഠനം പാടില്ല എന്ന് സർക്കാർ ഉത്തരവ് വന്നതോടെ ആ സ്കൂളുകൾ, മുസ്ലിങ്ങൾ മതപഠനത്തിന് വേണ്ടി നിർമ്മിച്ച പള്ളിക്കൂടങ്ങളൊക്കെ നഷ്ടപ്പെടുകയും മുസ്ലിം കുട്ടികൾക്ക് മതപഠനം മുടങ്ങിയതോടെയാണ് 1951 വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ സമസ്തയുടെ കീഴിൽ മദ്രസ വിദ്യാഭ്യാസം ആരംഭിച്ചതോടെ ബ്രിട്ടീഷുകാരുടെ ആ തന്ത്രം പാളി. കാരണം മദ്രസകളിൽ നന്നായിട്ട് അറബി മലയാളം വായിക്കാനും പഠിക്കാനും തുടങ്ങി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ആളുകൾക്കൊക്കെ അറബി മലയാളം നന്നായിട്ട് വായിക്കാനും പഠിക്കാനും പറ്റിയത്. അപ്പോൾ അറബി മലയാളം ഇവിടെ നിന്ന് എടുത്തൊഴിവാക്കണമെന്ന ബ്രിട്ടീഷുകാരുടെയും വഹാബികളുടെയും തന്ത്രം അവിടെ വില പോയില്ല എന്നർത്ഥം. സമസ്തയുടെ 20ാം വാർഷിക സമ്മേളനം 1954 ഏപ്രിൽ 24, 25 തീയതികളിൽ താനൂർ വെച്ചിട്ടാണ് നടന്നത്. വെല്ലൂർ ബാക്കിയാത്ത് പ്രിൻസിപ്പൽ ഷെയ്ഖ് ആദം ഹസ്രത്ത് അവർകളാണ് അധ്യക്ഷൻ. ഷംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് SYS രൂപീകരിക്കാനുള്ള ആശയമുദിച്ചത്. കാര്യവട്ടത്ത് നടന്ന 16ാം സമ്മേളനത്തിൽ ആമില സംഘം രൂപീകരിക്കാൻ ചർച്ച നടത്തുകയും അതിനുവേണ്ടി ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്തിരുന്നല്ലോ. ആ സമിതിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുന്നി യുവജന സംഘം രൂപീകരിക്കേണ്ടായത്. നിരീശ്വരവാദികളും യുക്തിവാദികളൊക്കെ കേരളത്തിൽ തലപൊക്കി തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. അത്തരമൊരു കാലഘട്ടത്തിൽ സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കാനും അവർക്കിടയിൽ ദഅവത്ത് നടത്താനും കുറേ ആളുകൾ വേണമെന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് സുന്നി യുവജന സംഘം രൂപീകരിക്കാൻ തീരുമാനിച്ചത്. സമസ്തയുടെ ആശയങ്ങളും പ്രമേയങ്ങളും അതുപോലെ തന്നെ വഹാബികളുടെ വികല ചിന്താഗതികളുമൊക്കെ സാധാരണക്കാർക്ക് ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് ശരിയും തെറ്റും ഏതാണെന്ന് വേർതിരിച്ച് കാണിച്ചു കൊടുക്കുക, അതിന് പറ്റുന്ന യുവാക്കളെ സന്നദ്ധമാക്കുക, ഇതൊക്കെയായിരുന്നു സുന്നി യുവജന സംഘം രൂപീകരിക്കാൻ കാരണമായി. 20ാം സമ്മേളനത്തിൽ വെച്ചിട്ട് ഈ സുന്നി യുവജന സംഘത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദും പതി ഉസ്താദും ഒക്കെ ഗംഭീരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്തി ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. തൊട്ടടുത്ത ദിവസം തന്നെ കോഴിക്കോട് അൻസാറുൽ മുസ്ലിമി സംഘത്തിൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് അന്ന് സുന്നി യുവജന സംഘം രൂപീകരിച്ചത്. B. കുട്ടി ഹസൻ ഹാജി പ്രഥമ പ്രസിഡന്റായിട്ടും KM മുഹമ്മദ് കോയ മാത്തോട്ടത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടും തിരഞ്ഞെടുത്തു. തുടക്കകാലത്ത് കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും SYS ഉണ്ടായിരുന്നില്ല. സലഫികളുമായിട്ടുള്ള ഖണ്ഡന പ്രസംഗങ്ങൾ, വാദപ്രതിവാദങ്ങൾ, അതിന് നേതൃത്വം കൊടുക്കുക എന്നതായിരുന്നു SYSൻ്റെ ആദ്യകാലത്തെ പ്രവർത്തനങ്ങൾ. പിന്നീട് 1959 പൂന്താനം അബ്ദുല്ല മുസ്ലിയാർ സുന്നി യുവജന സംഘത്തിൻ്റെ പ്രസിഡന്റ് ആയതോടുകൂടിയാണ് SYSൻ്റെ ജനകീയമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും SYSൻ്റെ പ്രശസ്തി വ്യാപിച്ചതും. പിന്നീട് 1954 20ാം വാർഷിക സമ്മേളനത്തിന് ശേഷം 7 വർഷം കഴിഞ്ഞാണ് 21ാം സമ്മേളനം നടക്കുന്നത്. 1956 കേരള സംസ്ഥാന രൂപീകരണവും 1957 തെരഞ്ഞെടുപ്പും 59 വിമോചന സമരവും വിമോചന സമരത്തിലെ സമരങ്ങളും അക്രമങ്ങളൊക്കെ കാരണം കേന്ദ്ര സർക്കാർ EMS സർക്കാരിനെ പിരിച്ചുവിടുകയും പിന്നീട് 1960 വീണ്ടും ഇലക്ഷൻ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ. ആ കാലഘട്ടത്തിൽ 7 വർഷം സമസ്തയുടെ സമ്മേളനം നടന്നിട്ടില്ല. അങ്ങനെ 1957 ബഹുമാനപ്പെട്ട സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഈ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ 1961 ഫെബ്രുവരി 7, 8 തീയതികളിൽ കക്കാട് പാനായിക്കുളം അബ്ദുറഹ്മാൻ നഗറിൽ വെച്ചിട്ടാണ് സമസ്തയുടെ 21ാം സമ്മേളനം നടക്കുന്നത്. പറവണ്ണ ഉസ്താദിന് ശേഷം ഷംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം നടന്ന ആദ്യത്തെ സമ്മേളനമാണ് കക്കാട് വെച്ച് നടന്ന 21ാം സമ്മേളനം. ആ സമ്മേളനത്തിൽ
ദയ്യൂബന്ദിലെ ദാറുൽ ഉലൂം പ്രിൻസിപ്പലായ ഖാരി മുഹമ്മദ് തൊയ്യബായിരുന്നു സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. കുത്തുബി ഉസ്താദ് ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷേ ദയ്യൂബന്ദികൾക്ക് വിശ്വാസ വൈകല്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട കുത്തുബി ഉസ്താദ് എന്ത് ചെയ്തു? ഈ അധ്യക്ഷനായ ഖാരി മുഹമ്മദ് അവർക്കൊപ്പം വേദി പങ്കിടാൻ തയ്യാറായില്ല. അപ്പോൾ അധ്യക്ഷൻ വരുന്നതിന് മുമ്പേ തന്നെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കുത്തുബി ഉസ്താദ് അവിടുന്ന് പോയി. അതിനുശേഷമാണ് അധ്യക്ഷൻ വന്നതും പ്രസംഗം നടത്തിയതൊക്കെ. സത്യത്തിൽ അന്നത്തെ സമസ്ത പണ്ഡിതന്മാർക്ക് ദയ്യൂബന്ദിലെ വിശ്വാസ വൈകല്യങ്ങളെക്കുറിച്ച് വല്ലാതെ അറിവില്ലായിരുന്നു. എന്തിനെക്കുറിച്ചും സമസ്ത ഒരു പഠനം നടത്തിയിട്ടാണല്ലോ ഒരു തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ദയ്യൂബന്ദിലെ വിശ്വാസികളെക്കുറിച്ച് സമസ്ത ഒരു പഠനം നടത്താത്തത് കൊണ്ട് തന്നെ അന്നത്തെ പണ്ഡിതന്മാർക്ക് അവരുടെ വിശ്വാസ വൈകല്യങ്ങളെക്കുറിച്ചൊന്നും അറിവില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാക്കിയത്. എന്നാൽ കുത്തുബി ഉസ്താദിന് അത് നേരത്തെ അറിയാമായിരുന്നു. കുത്തുബി ഉസ്താദിൻ്റെ ദീർഘദൃഷ്ടി അവിടെ എല്ലാവർക്കും ബോധ്യപ്പെടുകയുണ്ടായി. ദയ്യൂബന്ദിലെ തബ്ലീഗ് ജമാഅത്തിനെതിരെ സമസ്ത പഠനം നടത്തി തീരുമാനമെടുക്കുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു നിലപാട് ബഹുമാനപ്പെട്ട കുത്തുബി ഉസ്താദിൻ്റെ അടുത്ത് നമ്മൾ കണ്ടത്. അതാണ് ബഹുമാനപ്പെട്ട കുത്തുബി ഉസ്താദിൻ്റെ ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. വലിയ മഹാനായിരുന്നല്ലോ. ഏതായാലും ആ സമ്മേളനത്തിൻ്റെ പ്രമേയങ്ങളിൽ ചിലത് മാത്രം ഞാനിവിടെ വായിക്കാം. ബഹുമാനപ്പെട്ട MA ഉസ്താദ് എഴുതിയ സമസ്തയുടെ ചരിത്രത്തിൽ നിന്നുള്ള പേജ് നമ്പർ 81 നമുക്ക് ആ പ്രമേയങ്ങൾ ഇങ്ങനെ വായിക്കാൻ പറ്റും. സുന്നി യുവജന സംഘം നൽകിയ അപേക്ഷ സ്വീകരിക്കുകയും സുന്നി യുവജന സംഘത്തെ കീഴ്ഘടകമായി അംഗീകരിക്കുകയും ചെയ്തു. അതനുസരിച്ച് ജനറൽ സെക്രട്ടറിയായ EK അബൂബക്കർ മുസ്ലിയാർ പൊതുസമ്മേളനത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തുകയും അത് വിശദീകരിച്ചുകൊണ്ട് N അബ്ദുള്ള മുസ്ലിയാരും സെക്രട്ടറി T അബൂബക്കർ മുസ്ലിയാരും സുദീർഘമായി പ്രസംഗിക്കുകയും ചെയ്തു. മറ്റൊരു പ്രമേയം കേരള മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കേരള ജമിയത്തുൽ ഉലമ, നെദുവത്തുൽ മുജാഹിദീൻ, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളുടെ നയത്തിൽ പ്രതിഷേധിക്കുകയായിരുന്നു. വഖഫ് ബോർഡിൽ സമസ്തയുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പ്രമേയവും ആ യോഗം പാസ്സാക്കുകയുണ്ടായി. അപ്പോൾ 1960 കേരള വഖഫ് ബോർഡ് രൂപീകരിച്ചതെന്നും ആ വഖഫ് ബോർഡിൽ സുന്നികളെയും സമസ്തയുടെ പ്രതിനിധികളെയും ഒന്നും ഉൾപ്പെടുത്തിയില്ല എന്നും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെയുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പ്രമേയമെന്ന് പറയുന്നത്. ഈ സമ്മേളനത്തിനോടനുബന്ധിച്ച് നടന്ന വിദ്യാഭ്യാസ ബോർഡിൻ്റെ സമ്മേളനം വെല്ലൂർ ബാക്കിയാത്ത് പ്രിൻസിപ്പളായ അബൂബക്കർ ഹസ്രത്തിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ബാഫക്കി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച ആ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട MA ഉസ്താദിൻ്റെ പുസ്തകത്തിലെ പേജ് 81, 82 നമുക്കത് വായിക്കാം. വഹാബി, ജമാഅത്തെ ഇസ്ലാമി എന്നിങ്ങനെ പല പാർട്ടികളായി പിരിഞ്ഞ് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാതെ ഏകോദര സഹോദരങ്ങളായി പ്രവർത്തിച്ചും മതബോധം വളർത്തിയും പ്രവർത്തിക്കാൻ തങ്ങൾ ആഹ്വാനം ചെയ്തു. മതശാസനകൾക്കെതിരായി വരുന്ന ഏതു നിയമത്തെയും മുസൽമാന് എതിർക്കാതെ നിവൃത്തിയില്ലെന്നും അത്തരം സന്ദർഭങ്ങൾ നേരിടാൻ നാം എല്ലാ കഴിവും ഉപയോഗിച്ച് എതിർക്കുക തന്നെ ചെയ്യുമെന്നും തക്ബീർ ധ്വനികൾക്കിടയിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ആ സമ്മേളനത്തിൽ വെച്ചിട്ട് മാപ്പിള സ്കൂൾ പഠന സമയം 10:30 മുതലാക്കാനും വെള്ളിയാഴ്ച അവധി നൽകാനുമുള്ള ഒരു പ്രമേയം ബഹുമാനപ്പെട്ട MA ഉസ്താദ് അവതരിപ്പിക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയം എന്ന് പറയുന്നത് വഖഫ് ബോർഡിൽ സമസ്തയുടെ പ്രതിനിധികളെ ചേർക്കാൻ വേണ്ടി സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ള ഒരു പ്രമേയമാണല്ലോ. ആ പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. കാരണം വഖഫ് ബോർഡുമായി സംബന്ധിച്ച് ഇന്ന് ഒരുപാട് വിവാദങ്ങൾ നടക്കുമ്പോൾ കേരളീയ മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കിയ വഖഫ് ബോർഡ് 1960 രൂപീകരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് സുന്നികൾ അതിൽ ഉൾപ്പെടുത്താതിരുന്നതെന്നും ഈ വഖഫ് ബോർഡിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പിന്നീട് ഒരുപാട് പള്ളികളും സ്ഥാപനങ്ങളും സുന്നികളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രമേയം സമസ്ത എടുത്തതിൻ്റെ പിന്നിലെന്ന്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഈ വഖഫ് ബോർഡിൻ്റെ രൂപീകരണവും അതിനുശേഷം വഖഫ് ബോർഡിൻ്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുന്നികളുടെ ഒരുപാട് സ്ഥാപനങ്ങൾ തട്ടിയെടുത്തതൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.